അതായത് വേറൊന്നുമല്ല, ഈ സംഘർഷം നടന്നതിനെ പറ്റിയല്ല എൻ്റെ പരാതി ഇത്രേ ഉള്ളൂ. എൻ്റെ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടി നടന്നതിൻ്റെ അല്ല. അതായത് മറ്റ് 2 സ്ഥാനാർത്ഥികൾക്കും കോളേജിനകത്ത് പ്രവേശനം കൊടുക്കുന്നു. പക്ഷെ നമ്മൾ വരുമ്പോഴത്തേക്ക് പ്രവേശനം പാടില്ലെന്ന് വലിയ തടയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് SFIയുടെ സ്റ്റുഡൻസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റ് 2 പാർട്ടികൾക്കും കയറാം, ഇവിടെ BJPയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് അകത്ത് കയറാൻ പാടില്ല. ഇതാണ് എൻ്റെ പരാതി. ഇത് എഴുതി കൊടുക്കണം. എങ്ങനെ കൊടുക്കേണ്ടത്? കൊടുക്കാലോ. ഇതാണ് നമ്മുടെ പരാതി. വേറെ ഒന്നുമില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കോളേജിൽ വോട്ട് ചോദിക്കാൻ നമ്മൾ വരുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് ഭാരതത്തിൽ എവിടെയും നമുക്ക് പോയി ചോദിക്കാം. ഇതൊരു കോളേജാണ്. മറ്റ് 2 സ്ഥാനാർത്ഥികളും ഇവിടെ വന്ന് വോട്ട് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വിഭാഗം പിള്ളേർ പറഞ്ഞു കോളേജിൽ കയറാൻ പറ്റില്ല, വോട്ട് ചോദിച്ചു. പെട്ടെന്ന് അവർ തമ്മിൽ അങ്ങോട്ട് അടിയായി, ഇരു വിഭാഗം തമ്മിൽ. നമ്മൾ ഇടപെടുന്നത് ശരിയല്ല. എന്തുകൊണ്ട് കോളേജിൽ കയറാൻ പറ്റുന്നില്ല? അതിൻ്റെ റീസൺ ഇപ്പോഴും ആർക്കും പിടികിട്ടുന്നില്ല. അതായത് BJPയുടെ സ്ഥാനാർത്ഥിക്ക് ഇവിടെ ഈ കോളേജിൽ കയറാൻ പാടില്ല. ഇതാണ് അവർ പറയുന്ന കാര്യം. എന്താണ് കോളേജിൽ കയറാൻ പറ്റുന്നത് നമുക്കും മനസ്സിലായിട്ടില്ല, അവർക്കും മനസ്സിലായിട്ടില്ല. ഒരിഞ്ഞ അടി നടക്കുന്നു. അപ്പോൾ എനിക്ക് വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അടിയുണ്ടാക്കും. ഈ അടി കൊടുത്തവനും അടി വാങ്ങിയവനും അനുഭവിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അടി കൊണ്ടവന് കണ്ണിലെങ്ങാനും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അവിടെ ചോര ഒഴുകുന്നുണ്ട്. ഇവിടെ ബ്ലഡിങ്. അതെ. അപ്പോൾ അത് ഇപ്പോൾ എന്താ പറ്റുന്നത്? ആ പയ്യൻ്റെ വല്ല കണ്ണൂരം പോയിട്ട് എന്താ പ്രശ്നം എന്ന് ആലോചിക്കുക. ജീവിതകാലം മുഴുവൻ അനുഭവിക്കും. ഈ അടിച്ചവനോ പോലീസ് കേസിൽ പെട്ട് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും അനുഭവിക്കുകയും ചെയ്യും. ഒരു പാസ്പോർട്ട് പോലും എടുക്കാൻ പറ്റില്ല പോലീസ് കേസ് വന്നാൽ. അതുകൊണ്ട് കോളേജിലെ സംഘർഷത്തിനോട് വിയോജിപ്പാണ്. അത് ഏത് പാർട്ടിയായിട്ട് ആരും ആയിക്കോട്ടെ, സംഘർഷം പാടില്ലെന്ന് തന്നെ പറയുന്നത്. കോളേജ് അധികൃതർ എന്താ അത് ചോദിച്ചിട്ടില്ല. അതിന് ശേഷം എനിക്ക് സംസാരിക്കണം അദ്ദേഹത്തോട്. സ്റ്റാഫ് റൂം അവരറിഞ്ഞ് ഈ ബ്ലോക്കിൽ അറിഞ്ഞിട്ടില്ല. ഇവിടെ 2 ക്യാമ്പസ്